ഇന്ന് പറയാൻ പോകുന്ന കഥ ഇരുവർ. തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന രണ്ട് സാധാരണക്കാരായ മനുഷ്യരുടെ കഥയാണ്. ഒരാളുടെ പേര് ശാന്തൻ, മറ്റേയാൾ സത്യൻ. രണ്ടുപേരും ജോലിയെടുത്ത് വീട് പുലർത്തുന്നവരാണ്. അപ്പോൾ ശാന്തൻ്റെ ജീവിതത്തിലോട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ്. ശാന്തനും അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയാണ് ശാന്തൻ താമസിക്കുന്നത്. അച്ഛനും അമ്മയും ഭാര്യയും രണ്ട് കുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബം ഓടിട്ട ഒരു ചെറിയ വീട്ടിലാണ് താമസം. അച്ഛനും ജോലിയായിരുന്നു. അച്ഛൻ ഇതുപോലെ കൂലിപ്പണിയാണ്. ദിവസവും കിട്ടുന്ന ഏത് ജോലിയാണേലും സ്വീകരിക്കും. ചിലപ്പം മണ്ണ് ചുമക്കാനായിരിക്കും, ചിലപ്പോൾ പറമ്പ് കിളയ്ക്കാനായിരിക്കും. അങ്ങനെ എന്ത് ജോലി കിട്ടിയാലും അച്ഛനും സ്വീകരിക്കും. 365 ദിവസവും അച്ഛൻ ജോലിക്ക് പോകും. ശാന്തനും 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ശാന്തനും പറഞ്ഞു, ഞാനും അച്ഛൻ്റെ കൂടെ ജോലി ചെയ്യാൻ വരുക. അച്ഛൻ പറഞ്ഞു, നീ കുറച്ചുകൂടെ പഠിപ്പിക്കാം. പക്ഷേ ശാന്തൻ അതത്ര ഒട്ടും താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ശാന്തനും അച്ഛൻ്റെ കൂടെ ജോലിക്ക് പോയി തുടങ്ങി. അച്ഛൻ പറയുന്നത് പോലെ എല്ലാം ചെയ്യും. അച്ഛനെ ഉപദേശിച്ച് കൊടുക്കുന്ന അതുപോലെയൊക്കെ ചെയ്യും. എല്ലാ ജോലിയും ചെയ്യുമായിരുന്നു. കുറച്ച് നാളായി കഴിഞ്ഞപ്പോൾ അച്ഛന് തീരെ വയ്യാതായി. നീ അച്ഛൻ ജോലിക്ക് പോകണ്ട, ഞാൻ പൊക്കോളാമെന്ന് പറഞ്ഞ് ശാന്തൻ തന്നെയായി ജോലിക്ക് പോകുന്നത്. ശാന്തന് ഇതുപോലെ പറമ്പിലേക്ക് അടയ്ക്കുന്നതും മണ്ണ് ചുമക്കുന്നതൊക്കെ ജോലിയായിരുന്നു. ഇപ്പം ഈ ശാന്തന് കരിങ്കല്ല് വെട്ടി കൊച്ചു കൊച്ചു കഷ്ണങ്ങളാക്കി എടുക്കുന്ന ജോലിയിലാണ് ശാന്തന്. വീടിൻ്റെ മുറ്റത്ത് കുറച്ച് പച്ചക്കറിത്തോട്ടമൊക്കെ ഉണ്ട്. അച്ഛനുണ്ടായിരുന്നപ്പോഴേ ഉള്ളതാണ്. വാഴ, ചേമ്പ്, പ്ലാവ്, മാവ്, തക്കാളി, വെണ്ട, അങ്ങനെ പച്ചക്കറി കൃഷികളും ഒക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ പറയുമായിരുന്നു, വലിയ വീട് കെട്ടിയിട്ട് എന്തിനാ കാര്യം, നമുക്ക് മഴയും വെയിലും ഒന്നും കൊള്ളാതെ താമസിക്കാനൊരു മുറിയും ഭക്ഷണം പാകം ചെയ്യാനൊരു മുറിയും ഒരു വരാന്തയും ഉണ്ടെങ്കിൽ ധാരാളമായി. ബാക്കി സ്ഥലത്ത് നമുക്ക് കൃഷി ചെയ്താൽ ജീവിച്ചുകൂടെ? ആ പൈസയും കൊണ്ട് നമുക്ക് സുഖമായി ജീവിക്കാമല്ലോ, അങ്ങനെയും സ്ഥലം സമ്പാദിക്കാം എന്ന് പറഞ്ഞ് അച്ഛന് അന്ന് തൊട്ടേ കൃഷിയിൽ താല്പര്യമായിരുന്നു. ഈ മകനെയും കൂടെ കൂട്ടും. അതുകൊണ്ട് മകനും കൃഷി ചെയ്യാൻ വലിയ താല്പര്യമായിരുന്നു. പച്ചക്കറികളെല്ലാം ധാരാളം പറിച്ച് കടകളിൽ കൊണ്ടുവന്ന് കൊടുത്ത് വിൽക്കും. അതിൻ്റെ പൈസയും സമ്പാദിക്കാനെടുക്കും. നേരായ മാർഗത്തിലൂടെ അല്ലാതെ ഒന്നും ചെയ്യത്തില്ല. വളരെ ശാന്തനും സൗമ്യനുമായിരുന്നു ശാന്തൻ രാവിലെ 6 മണിയാകുമ്പം എഴുന്നേറ്റ് അച്ഛൻ്റെ അമ്മയുടെയും മുറി ചെല്ലും. അച്ഛന് കാലിന് വാതരോഗമായതുകൊണ്ട് എഴുന്നേറ്റ് നടക്കാൻ ഒരു സഹായം വേണം. അത്യാവശ്യം അവനവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യും. അമ്മയ്ക്കും അതെ, കൈക്കൊക്കെ വയ്യാതിരിക്കുക. അവരുടെ അടുക്ക ചെന്ന് അവരോടൊക്കെ പറയും, കാലിന് വേദന കുറവുണ്ടോ, എങ്ങനെയുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഒരു തൈലമുണ്ട്, അതൊക്കെ കാലേ പുരട്ടി അമ്മയുടെ കയ്യിലും അച്ഛൻ്റെ കാലയിലും ഒക്കെ പുരട്ടി കൊടുക്കും. എന്നിട്ട് പറയും, ഞാൻ പച്ചക്കറി കൃഷിയൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം, നിങ്ങൾ അപ്പോഴത്തേക്കും ഈ തൈലമൊക്കെ ഒന്ന് പിടിക്കട്ടെ, നിങ്ങൾ അപ്പോഴത്തേക്കും ചായയൊക്കെ കുടിച്ചിട്ടിരിക്കും എന്ന് പറയും. കുട്ടികളെ ചെന്ന് വിളിക്കും, 2 കുട്ടികളെയും ചെന്ന് വിളിക്കും, വരൂ നമുക്ക് നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ പോകണ്ടേ, പച്ചക്കറിയൊക്കെ നോക്കണ്ടേ. 2 പേരെയും വിളിച്ചുകൊണ്ട് പച്ചക്കറി തോട്ടത്തിൽ പോയി അവിടുന്ന് അതിന് തടവെടുത്തു, വെള്ളം ഒഴിച്ചു, ചീഞ്ഞ ഇലകളെല്ലാം കളഞ്ഞു, പുഴുക്കളുണ്ടെങ്കിൽ അതിനെയൊക്കെ കളഞ്ഞു. നല്ല പച്ചക്കറികളെല്ലാം, എല്ലാ പച്ചക്കറികളും മൂക്കുന്നതിന് മുമ്പ് നല്ലത് നോക്കി വെണ്ടയും തക്കാളിയും പയറും പാവലും ഒക്കെ ഉണ്ട്, എല്ലാം പറിച്ചൊരു കൊട്ടയിൽ അടുക്കി വെക്കും. എന്നിട്ട് അടുക്കളയിൽ കൊണ്ടുവന്നിട്ട് പറയും, ഭാര്യയോട് പറയും, ഇതിലെ ഒടിഞ്ഞതും വളഞ്ഞതും എല്ലാം നിനക്ക് കൂട്ടാൻ വെക്കാൻ തരാം. ബാക്കിയെല്ലാം നല്ല പച്ചക്കറികളെല്ലാം ശേഖരിച്ച് കൂട്ടുകാരൻ്റെ ഒരു ഹോട്ടലുണ്ട് അടുക്ക തന്നെ, 10-12 പേർക്ക് ഊണ് കൊടുക്കുന്നുണ്ട് അയാൾ. ആ ഹോട്ടലിൽ കൊണ്ടു കൊടുക്കും. അയാൾ അതെടുത്ത് വെച്ച് ന്യായമായ ഒരു വിലയും കൊടുക്കും. അത് കൊണ്ടുവന്ന് അയാളുടെ ഭാര്യയുടെ കയ്യിൽ കൊടുക്കും. നിൻ്റെ കുടുക്കപ്പെട്ടിയിലിട്ടോ, ഈ സമ്പാദ്യം നിനക്കുള്ളതാണ്. അത് കഴിഞ്ഞ് അച്ഛൻ്റെ അടുക്ക ചെന്ന് അച്ഛനെ അപ്പോൾ ഭാര്യ ചായ കൊണ്ട് കൊടുക്കും. നിങ്ങൾ ചായ കുടിച്ചോളൂ, ചായ കുടിക്കും. കുട്ടികൾക്ക് പാലൊക്കെ കൊടുക്കും. അച്ഛനും അമ്മയ്ക്കും ചായ കൊടുത്തോ, അവർക്ക് കൊടുത്തു എന്ന് പറയും. ചൂടുവെള്ളം കുളിമുറിയിൽ ഒഴിച്ചിട്ടുണ്ട്. അയാൾ അച്ഛനെയും അമ്മയും കുളിമുറിയിൽ കൊണ്ടുവന്നിരുത്തി അവരെ കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് അവരെ കട്ടിലെ കൊണ്ടിരുത്തി അവർക്ക് മരുന്നും എല്ലാം കൊടുത്ത് കഴിഞ്ഞ് കുട്ടികളെയും കൊണ്ടുപോയി കുളിപ്പിച്ച് അയാളും കുളിച്ചിട്ട് വരും. അപ്പോഴത്തേക്കും ഭാര്യ ഭക്ഷണം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ ചോറായിരിക്കും, ചിലപ്പോൾ കഞ്ഞിയായിരിക്കും, കപ്പയായിരിക്കും, എന്തെങ്കിലും കാണും. എന്തായാലും അവരെല്ലാവരും കൂടിയാണ് ഭക്ഷണം കഴിക്കുന്നത്. അച്ഛനെയും അമ്മയും അടുക്കളയിൽ കൊണ്ടിരുത്തി അവിടെ താഴെ ഒരു ചാക്ക് വിരിച്ച് കുട്ടികളെ അവിടെ ഇരുത്തി ഒരു പഴയ വീഞ്ഞപ്പെട്ടിയുണ്ട്, അതിൻ്റെ പുറത്ത് പ്ലേറ്റൊക്കെ വെച്ച് അച്ഛനെയും അമ്മയും അവിടെ കൊണ്ടിരുത്തും. എന്നിട്ട് അവരെല്ലാവരും കൂടെ ഇരുന്ന ഭക്ഷണം കഴിക്കുന്നത്. ഭാര്യ പറയും, ഞാൻ പിന്നെ കഴിച്ചോളാം. വേണ്ട, അച്ഛനുള്ളപ്പോഴേ ഇതാ ശീലം, ഞങ്ങളെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കുന്നത്, അങ്ങനെ തന്നെ മതി എന്ന് പറഞ്ഞ് ഭാര്യയും അവിടെ ഇരുത്തും.
ഉടനെ നീ അപ്പോഴാ വർത്തമാനമൊക്കെ പറയുന്ന കുട്ടികളോട് പറയും, നിങ്ങൾ നല്ല കുട്ടികളായിട്ട് പഠിക്കണം, അച്ഛൻ അതുകൊണ്ടല്ലേ ഇങ്ങനെയുള്ള ജോലിക്ക് പോകുന്നത്, ഇത് മോശം ജോലി, ഏത് ജോലി ആയാലും നല്ലതാണ്, നമ്മൾ നേരായ മാർഗത്തിലൂടെ ചെയ്യുന്ന ജോലിയെല്ലാം കുഴപ്പമില്ല, എങ്കിലും നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല ജോലിയൊക്കെ കിട്ടി നല്ല കുട്ടികളായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിക്കാൻ മേലേ എന്നൊക്കെ പറയും. ഉടനെ 2ാം ക്ലാസ് പഠിക്കുന്ന മോൻ പറയും, അച്ഛാ ഞാൻ അപ്പുറത്തെ അങ്കിളിൻ്റെ കണക്ക് കാറൊക്കെ വാങ്ങിക്കും പഠിച്ച് വലിയ ആളായിട്ട്, എന്നിട്ട് അച്ഛനെയും അമ്മയും അപ്പൂപ്പനെയും ചേച്ചിയെ എല്ലാം കൊണ്ട് ഞാൻ പോകും, അതിന് പഠിക്കണം, പഠിച്ച് മിടുക്കനായിട്ട് വേണം കേട്ടോ എന്ന് പറയും. ഉടനെ ചേച്ചി അവിടെ നിന്നോട് പറയും, ഞാൻ മീര ടീച്ചറിനെ പോലെ സ്കൂളിൽ പഠിപ്പിക്കാനാണ് പോകുന്നത്. അത് നല്ലതാണ്, മോൾക്ക് സ്കൂളിൽ പഠിപ്പിക്കുന്നതല്ല, അങ്ങനെ മോള് സ്കൂളിൽ ടീച്ചറാകാനാണ് ഇഷ്ടമെന്ന് പറയും. നന്നായി പഠിച്ചോളൂ, അച്ഛനും അമ്മയും നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നോ അത്രത്തോളം നിങ്ങളെ പഠിപ്പിക്കാം, യാതൊരു വിഷമവുമില്ല, നിങ്ങൾ പഠിച്ചാൽ മതി, നീ സ്കൂളിൽ പോയി ടീച്ചർ പറയുന്നതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കണം, അന്നന്നത്തെ ഹോംവർക്കുകളെല്ലാം ചെയ്യണം എന്നൊക്കെ കുട്ടികളോട് പറയും. അത് കഴിഞ്ഞ് അയാൾ പറയും, എന്നാൽ എനിക്ക് പോകാൻ സമയമായി, ഭാര്യ അപ്പോഴത്തേക്കും ചോറ് പൊതി കൊണ്ടുവന്ന് അയാളുടെ കയ്യിൽ കൊടുക്കും. അയാൾ അത് വാങ്ങിച്ച് കുട്ടികൾക്ക് ഉമ്മയൊക്കെ കൊടുത്ത് നല്ലോണം പഠിക്കണം, മിടുക്കരായിട്ടിരിക്കണം, വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്നാൽ സന്ധ്യ ആകുന്നതിന് മുമ്പ് തന്നെ ഹോംവർക്കൊക്കെ ചെയ്യണം, എഴുതാനുള്ളതും വായിക്കാനുള്ളതും ഒക്കെ ചെയ്യണം. ഇരുട്ടായി കഴിഞ്ഞാൽ മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെക്കണ്ടേ, അതിൻ്റെ പുകയൊക്കെ ഏക്കത്തില്ലേ, എന്നിട്ട് ഭാര്യയെ നോക്കി ഒന്ന് ചിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണെന്നോ, മണ്ണെണ്ണ ചിലവാകുകയല്ലേ കൂടുതൽ, മണ്ണെണ്ണ വിളക്ക് അധികം കത്തിക്കാതെ ഇരുന്നാൽ അത്രയും ലാഭമല്ലേ മണ്ണെണ്ണയ്ക്ക്, ചെറിയൊരു പിശുക്കൊക്കെ ഉണ്ടായേക്ക്, കുട്ടികളുടെ കാര്യത്തിനും പഠിത്തത്തിനും ഒന്നുമില്ലെങ്കിലും ഇങ്ങനെ ചില പിശുക്കുണ്ടാകും. അതുകൊണ്ട് ആ ഭാര്യ ഒന്ന് ചിരിച്ചത്. അത് കഴിഞ്ഞ് അയാൾ കുട്ടികൾക്ക് ഉമ്മയൊക്കെ കൊടുത്ത് അയാളുടെ ജോലിക്ക് പോകും. അപ്പം നമുക്കിനി സത്യൻ എങ്ങനെയാണെന്ന് നോക്കാം. സത്യൻ്റെ കാര്യം, സത്യൻ രാവിലെ എഴുന്നേറ്റ് വരാന്തയിലിരുന്ന് ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുക. സത്യൻ്റെ മോനെ ഓടിച്ചെന്ന് അച്ഛൻ്റെ അടുക്ക ചെന്ന് ആ കസേരയുടെ കയ്യെ പിടിച്ച് നിന്ന് അച്ഛാന്ന് വിളിച്ചു. എന്ത് വേണം? അകത്ത് വേറെ എന്തൊന്നുമില്ലേ, നിനക്ക് കുളിച്ച് സ്കൂളിൽ പോകണ്ടേ, പോയിക്കോ. അച്ഛൻ അവനെ ദേഷ്യപ്പെട്ടു. അവനൊത്തിരി സന്തോഷത്തോടെ അച്ഛൻ്റെ അടുക്കൽ ഓടി വന്നതാണ്. അവനിത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടം വന്നു. അവൻ അമ്മയുടെ അടുക്ക ചെന്നു. അമ്മേ, അച്ഛന് എന്താ ഇങ്ങനെ എപ്പോഴും ദേഷ്യപ്പെടുന്നത്? അച്ഛൻ അടുക്ക ചെന്നപ്പോഴേ വഴക്ക് പറയുക. എനിക്ക് ഭയങ്കര സങ്കടമായി. സാരമില്ല മോനെ, അച്ഛൻ്റെ ജോലിയുടെ എന്തെങ്കിലും കൊണ്ടായിരിക്കും, മോനത് കാര്യമാക്കണ്ട, മോൻ പോയി കുളിച്ച് റെഡി ആയിക്കോളൂ സ്കൂളിൽ പോകാൻ. അവന് വേഗം അമ്മേ അച്ഛന് ചായ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവർ ചായയും കൊണ്ട് ചെന്നിട്ട് പറഞ്ഞു, പിന്നെ ചായ കൈ കൊടുത്തിട്ട് പറഞ്ഞു, നോക്കൂ എത്ര നാളായി, 3-4 വീടുകൾക്കപ്പുറമാണ് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ താമസിക്കുന്നത്, അവരെ കണ്ടിട്ട് 3-5 മാസമായി കാണും, നമുക്കൊന്ന് അങ്ങോട്ട് പോയാലോ? എന്താ അവിടെ വിശേഷം വേണോ നമ്മുടെ അച്ഛനെയും അമ്മയും കാണാൻ? അതുകൊണ്ട് പറഞ്ഞാൽ ഒന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പം സൗകര്യമില്ല. അയാൾ ദേഷ്യപ്പെട്ടു, ചായയ്ക്ക് കുറ്റം പറയാൻ തുടങ്ങി. ചായയ്ക്ക് മധുരമില്ല, അതിന് കടുപ്പം പോരാ, പാല് പോരാ, ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് കുറ്റം പറയാൻ തുടങ്ങി. അവർ അകത്തോട്ട് കയറിപ്പോയി. അവർ സ്വതം പറയുക, മോൻ ചുമ്മാതല്ല പറയുന്നത്, ആരോടും സംസാരിക്കുന്നതിനൊരു സ്നേഹമില്ലാത്ത രീതിയിലാണ്, അടുത്തുള്ള വീട്ടുകാരോടൊന്നും മിണ്ടത്ത് പോലുമില്ല അയാൾ. ഭാര്യയോടും പറയും, ഓഫീസ് അയാൾ ജോലിക്ക് പോകാൻ തുടങ്ങുമ്പോൾ കതവൊക്കെ അടച്ച് അകത്തിരുന്നോണം കേട്ടോ. അങ്ങനെ അവർക്കും ആരോടും മിണ്ടാനുള്ള ഒരു സൗകര്യം കൊടുക്കത്തില്ല. അയാളുടെ ബൈക്കേ കയറി പോകാനായി പോയി. മോനെ ഓടിച്ചെന്നു, അച്ഛാ എന്നെ ഒന്നും ബൈക്കേ കയറ്റാമോ? പോകാനല്ലേ പറഞ്ഞേ നിന്നോട്, നിനക്ക് വേറെ സമയമൊന്നും കിട്ടിയില്ല, ഇപ്പോഴാണോ വരുന്നത് എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെട്ടു. ഒരിക്കലും ആ മോനോട് സ്നേഹത്തോടെ സംസാരിക്കാറേ ഇല്ല. അയാൾ ബൈക്കിൽ കയറി പോയി, അയാളുടെ ജോലി സ്ഥലത്തോട്ട് പോയി. ശാന്തന് കുറച്ച് ദൂരം നടക്കണം, അവിടെ നിന്ന് ഒരു ബസ് കയറി ഒരു കവലയിൽ ഇറങ്ങി അവിടുന്ന് കുറച്ച് ദൂരം നടന്ന് വേണം ശാന്തൻ്റെ ജോലി സ്ഥലത്തെത്താൻ. അയാൾ വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് ഭയങ്കര ക്ഷീണിതനാണ്. പക്ഷേ ശാന്തൻ്റെ മുഖത്ത് എന്നാലും ഒരു ശാന്തതയുണ്ട്. അയാൾ വളരെ സന്തോഷവാനാണ്. ഈ ജോലിയുടെ ആ ക്ഷീണമുണ്ടെങ്കിലും നല്ല ഒരു സമാധാനത്തോടെ അയാൾ ജോലി കഴിഞ്ഞ് വരുന്നത്. വന്ന് അരിയും കപ്പയും മീനും അച്ഛനും അമ്മയ്ക്കുമുള്ള മരുന്നും കുട്ടികൾക്ക് 3-4 മിഠായിയും അച്ഛൻ്റെ കാലയിലൊക്കെ പറ്റാനുള്ള തൈലവും ഒക്കെ വാങ്ങി. അപ്പോഴത്തേക്കും ബസ് വന്നു. അയാൾ ആ ബസ്സിൽ കയറി. നമ്മുടെ സത്യൻ ബൈക്കിൽ ഇങ്ങോട്ട് വന്നു. ആ ഹോട്ടലിലോട്ട് കയറി. ഹോട്ടലിൽ കയറിയപ്പോൾ അവിടെ നല്ല തിരക്കുണ്ട്. എപ്പോൾ വന്നാലും ഇവിടെ തിരക്കാം. അയാൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് അയാൾ അവിടെ ഒരു വളരെ തിരക്കില്ലാത്തൊരു സ്ഥലം നോക്കി അവിടെ പോയി ഇരുന്നു. അത് കഴിഞ്ഞ് ഉടനെ സപ്ലയർ വന്നു. എന്താ സാറേ വേണ്ടത്? ചിക്കൻ ബിരിയാണിയും ചപ്പാത്തിയും, എനിക്ക് 2 ചപ്പാത്തിയും 1 പ്ലേറ്റ് ചിക്കൻ കറിയും മതി. 2 പാഴ്സൽ എടുത്തോണം. ചിക്കൻ ബിരിയാണിയും പിന്നെ ചപ്പാത്തിയും ചിക്കൻ കറിയും ഫിഷ് ഫ്രൈയും ഐസ്ക്രീമും. അയാൾക്ക് എന്തൊക്കെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് തന്നെ അറിയത്തില്ല. അതെല്ലാം ഓർഡർ ചെയ്തു. അയാൾ പോയി കൈ കഴുകിയൊക്കെ തിരിച്ച് വന്നപ്പോഴത്തേക്കും ചപ്പാത്തിയും കറിയൊക്കെ മേശപ്പുറത്ത് കൊണ്ടുവച്ചു. ഇറച്ചിക്കറിയുടെ മണമൊക്കെ കേട്ടപ്പോഴേ അയാൾക്ക് വായി വെള്ളം ഊറി. അയാൾ വളരെ സന്തോഷത്തോടെ
ആ ചപ്പാത്തി എടുത്ത് ഒരു നുള്ളെടുത്ത് വായി വെക്കാൻ ഇങ്ങോട്ട് തുടങ്ങുകയും 2 പോലീസുകാർ കയറി വരുന്നു. ഇനി ഇവരുടെ കുഴപ്പം കൂടെ ഉള്ളൂ. അയാൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അവർ കയറി വന്നത്. അയാൾ വേഗം എന്തോ അപ്പോഴത്തേക്കും അയാൾക്കൊരു ഫോൺ വന്നു. ആരോ ഫോൺ വിളിക്കുന്നു. അത് പറഞ്ഞ് അയാൾ വേഗം ആ വെള്ളം മാത്രം കുടിച്ചിട്ട് സപ്ലയറെ വിളിച്ചു, ഇങ്ങ് വരൂ. എന്താ സാറേ? ഞാൻ 2 പാഴ്സൽ പറഞ്ഞിരുന്നു നിങ്ങളോട്, അതിങ്ങ് എടുത്ത് തന്നാൽ കൊള്ളാം, ബില്ലും. സാറൊന്നും കഴിച്ചില്ലല്ലോ. എനിക്ക് അത്യാവശ്യമായിട്ട് പോകണം, നിങ്ങൾ വേഗം അതിങ്ങ് കൊണ്ടുവരും. അയാൾ വേഗം പാഴ്സൽ കൊണ്ടു കൊടുത്തു. എത്ര ആണെന്ന് നോക്കുപോലും ചെയ്യാതെ അയാൾ ആ ബില്ലിനേക്കാൾ കൂടുതൽ പൈസ കൊടുത്തു. ബാക്കിയൊന്നും മേടിക്കാൻ നിന്നില്ല. അതുകൊണ്ട് അയാൾ കടയിൽ നിന്ന് ഇറങ്ങുന്ന വഴിക്ക് പോലീസുകാർ ഇരിക്കുന്ന ഭാഗത്തോട് നോക്കിയപ്പോൾ അവരവിടെ ചിരിച്ച് കഥ പറഞ്ഞ് ആഹാരം കഴിക്കുക. ബൈക്കിൽ കയറി തൻ്റെ കൂട്ടുകാരാരാണ്ടെയൊക്കെ കാണണം. അയാൾ അല്പം മദ്യപിക്കും, മദ്യഷോപ്പിലൊക്കെ കയറാനായിട്ട് പോയി. ശാന്തൻ അയാൾ ബസ് ഇറങ്ങി പതുക്കെ നടന്ന് വീട്ടിലെത്തിയപ്പോൾ കുട്ടികൾ ഓടി വന്നു, അച്ഛാന്നും പറഞ്ഞു. നിങ്ങളങ്ങനല്ലേ, അച്ഛൻ വരുമ്പോഴത്തേക്കും അച്ഛനെ കാണുമ്പോൾ ഓടി ചെല്ലും അച്ഛാന്നും പറഞ്ഞു. അതുപോലെ ഓടി ചെന്നു. അപ്പം ശാന്തൻ തൻ്റെ കുട്ടികളെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം? സ്കൂളിൽ പോയിട്ട് നന്നായിട്ട് പഠിച്ചോ? ഹോംവർക്കൊക്കെ ചെയ്തോ? പരീക്ഷ വല്ലതും ഉണ്ടോ? അമ്മയോട് വഴക്കുണ്ടാക്കിയോ? അമ്മൂമ്മയോടും അപ്പൂപ്പനോടും ഒക്കെ വർത്താനം പറഞ്ഞിരുന്നോ എന്നൊക്കെ ചോദിച്ച് കുശലമൊക്കെ ചോദിച്ച് അവരെയും ചേർത്ത് പിടിച്ച് വീടിനകത്തോട്ട് വന്നു. അപ്പോഴത്തേക്കും ഭാര്യ പറഞ്ഞു, സാധനമൊക്കെ ഇങ്ങ് തരൂ, എന്നിട്ട് പോയി മേലൊക്കെ കഴുകിയിട്ട് വരൂ. കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ സന്ധ്യയ്ക്ക് നാമം ജോഗ്യമൊക്കെ ചെയ്തോ? ഇല്ല, അച്ഛൻ വന്നിട്ട് ആകാമെന്ന് വെച്ചിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യയോട് പറഞ്ഞു, നീ പോയി ഇതൊക്കെ പാകം ചെയ്യുക, നീ കപ്പയും മീനും ഒക്കെ വെച്ച് ചോറൊന്നും വെക്കണമെന്നില്ല, കപ്പയും മീനും മാത്രമായാലും മതി എന്ന് പറഞ്ഞു. അയാൾ അച്ഛനും അമ്മയും കിടക്കുന്ന മുറി ചെന്നു. എങ്ങനെയുണ്ട് അച്ഛാ, കാലിന് വേദനയുണ്ടോ? ഇല്ല മോനെ, വളരെ കുറവുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് നോക്കട്ടെ, നീര് കുറവുണ്ട്, എന്നാലും ഞാൻ ഇന്ന് തൈലം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. രാവിലെ നോക്കിയപ്പോൾ അതിൽ തൈലം തീർന്നിരുന്നു. ഇപ്പം ഇനി വേണ്ട, നീ ക്ഷീണിച്ച് വന്നതല്ലേ, എത്ര കഷ്ടപ്പെട്ട ജോലി ചെയ്തിട്ട് വരുന്നതാണ്, ഈ വയസ്സുകാലത്തിന് ഇനി ഞങ്ങളെയും കൂടെ നോക്കേണ്ട ഗതിയായല്ലോ നിനക്ക്, വല്ലാത്ത കഷ്ടം തന്നെ, രാവിലെ ചെയ്തതല്ലേ, ഇനി വേണ്ട, അത് പോരാ, ഇച്ചിരിയും കൂടെ പുരട്ടി നീരൊക്കെ എളുപ്പം കുറയുമെന്ന് പറഞ്ഞ് അവരുടെ കാലൊക്കെ എടുത്ത് മടിയിൽ വെച്ച് അച്ഛൻ്റെ കാലയിൽ തൈലമൊക്കെ പുരട്ടി തിരുമി, അമ്മയുടെ കയ്യുമൊക്കെ തിരുമി തൈലം തേച്ച് തിരുമി. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇനിയും കുളിച്ചിട്ട് വരാം, എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാം എന്ന് പറഞ്ഞ് അവരോട് കുശലമൊക്കെ പറഞ്ഞ് പോയി മേലൊക്കെ കഴുകി വന്നു. കുട്ടികളുമായിട്ട് വന്നിരുന്ന് നാമം ജപിച്ചു, കീർത്തനങ്ങളൊക്കെ ജപിച്ചു. ഭാര്യയും വിളിച്ചു, ഭാര്യയും കൂട്ടിയിട്ട് അങ്ങനെ എന്നും നാമം ജപിക്കുമ്പോൾ എല്ലാവരും കാണും. അച്ഛനും അമ്മയും അവിടെ കട്ടിലയിലിരുന്ന് ജപിക്കും, ഇവരെ പൂജാമുറിയിലിരുന്ന് നാമം ജപിക്കും. നാമം ജപിച്ചെല്ലാം കഴിഞ്ഞ് കുട്ടികളുടെ കൂടെ കുറേ നേരം കളിക്കും. അവരുമായിട്ട് അവിടെ ഇരുന്ന് ഒളിച്ച് കളിക്കുകയും അങ്ങനെ കുറേ നേരം കളിക്കും. അത് കഴിഞ്ഞ് അച്ഛൻ്റെ അമ്മയുടെ അടുക്കൽ ചെന്നു, ആ തൈലമൊക്കെ തുടച്ചു കൊടുത്തു. കുറച്ച് നേരം അവരോടും സംസാരിച്ചു. എന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ, നാളെ തൊട്ട് ചിലപ്പം എനിക്കൊരു പുതിയ ജോലി ശരിയാകും. ആണോ? എവിടാ മോനെ? ദൂരെയാണോ? ദൂരെയൊന്നുമല്ല, അവിടുന്ന് കുറച്ച് ദൂരം കൂടെ പോകണം. ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്നുണ്ട്, അവിടെ മണലും സിമെൻറ്റും ഒക്കെ കൂട്ടി ചുമന്ന് കൊണ്ടു കൊടുക്കാനുള്ള ജോലിയാണ്. അവിടെ പാറമടയിൽ കല്ല് പൊട്ടിക്കുന്ന എടുക്കാനായിട്ട് ഒരു ലോറി ഡ്രൈവർ വരും. അയാൾ പറഞ്ഞു, പിന്നെ ഇങ്ങനെ ഒരു ജോലിയുണ്ട്, നിനക്ക് താല്പര്യമാണെങ്കിൽ അവിടെ വന്നാൽ അയാളെ കണ്ട് സംസാരിക്കാം. അങ്ങനെ ഞാൻ ഇന്നലെ പോയിരുന്നു. അപ്പോൾ നാളെ തൊട്ട് ചെല്ലാൻ പറ്റുമെങ്കിൽ നാളെ തൊട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാനത് പാറമടയിലെ മുതലാളിയോടും പറഞ്ഞു, പൊക്കോളാനായാലും പറഞ്ഞു. അങ്ങനെ ആ ജോലിക്ക് പോകാൻ നാളെ തുടർന്ന് വെച്ചിരിക്കുക. ഏതായാലും നന്നായി, നിൻ്റെ വിഷമം ദൈവം കണ്ടു. ഇതെന്ത് ബുദ്ധിമുട്ടുള്ള ജോലിയായെങ്കിലും എന്ത് ചെയ്യാനാണെന്ന് വെച്ച് ഞാനും ഒന്നും മിണ്ടായിരുന്നു. അയാളോട് അച്ഛൻ ഉപദേശിക്കും, പൈസ ഒന്നും കണ്ടമാനം കളയാതെ സൂക്ഷിക്കണം. അയാൾ തൻ്റെ മോനും മോൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഇപ്പോഴേ സേവ് ചെയ്യുന്നുണ്ട്. ഇൻഷുറൻസിനും, ഭാര്യയാണെങ്കിൽ ചിട്ടിക്കും, ഭാര്യയാണെങ്കിൽ കോഴിയെയും വളർത്തലൊക്കെ ഉണ്ട്, മുട്ടയൊക്കെ കിട്ടി അതുമൊക്കെ കൊണ്ട് കൊടുത്ത് അങ്ങനെ ഒരു സന്തോഷമായിട്ട് ജീവിക്കുന്ന കുടുംബം. അപ്പോഴത്തേക്കും ഭാര്യ അടുക്ക ചെന്നു, കുശലമൊക്കെ പറഞ്ഞ് കുറേ നേരം അവിടെ നിന്നു. നിനക്ക് വല്ലതും സഹായിക്കണോ? നിനക്ക് എന്താ ഞാൻ ചെയ്തു തരേണ്ടതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഒന്നും വേണ്ട, നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്തേച്ച് വന്നേച്ച് എനിക്ക് സഹായിക്കൊന്നും വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. എന്നാലും അയാൾ കേൾക്കത്തില്ല. അയാൾ ഞാൻ വല്ലതും ചെയ്തു തരാമെന്ന് കേൾക്കണം. വേണ്ട, ഭക്ഷണമൊക്കെ ആകുമ്പോൾ മേശപ്പുറത്ത് അവിടെ കൊണ്ട് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. ഭക്ഷണമെല്ലാം റെഡിയായി. അയാൾ അതെല്ലാം എടുത്ത് അടുക്കള തന്നെ അവരുടെ ഊണുമുറി അല്ല, അവിടെ കൊണ്ടുവന്ന് വെച്ച് ചാക്കൊക്കെ വിരിച്ച് അവിടെ കുട്ടികളെയും കൊണ്ടിരുത്തി. അച്ഛനെയും അമ്മയും അവിടെ ഒരു സ്റ്റൂളിലിരുത്തി. അവിടെ ഒരു പഴയ വീഞ്ഞപ്പെട്ടിയുണ്ട്, അതേലിരുന്ന അവർ ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. അവിടെ കൊണ്ടുവന്ന് അച്ഛനെയും അമ്മയും പിടിച്ച് അവിടെ കൊണ്ടിരുത്തി. അവരെല്ലാവരും കൂടെ സന്തോഷമായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുട്ടികളോട് സംസാരിച്ച് എല്ലാവരും കളിച്ച് ചിരിച്ച് ഭക്ഷണമെല്ലാം കഴിഞ്ഞ് അച്ഛനും അമ്മയ്ക്കും മരുന്നുമൊക്കെ കൊടുത്ത് അവരെ അവരെടുത്ത് കിടത്തി. അമ്മ ജോലിയൊക്കെ കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു. കുട്ടികളുമായിട്ട് അയാൾ കട്ടിലേ വന്ന് കിടന്ന് കഥയൊക്കെ പറഞ്ഞ് അവർക്ക് ഉറക്കാൻ തുടങ്ങി. 2-3 വരി പറഞ്ഞപ്പോഴേ അയാൾ സുഖമായിട്ട് ഉറങ്ങിക്കഴിഞ്ഞു. കുട്ടികൾ ഉറങ്ങിയില്ല, അവർ അവിടെ ഉണർന്ന് കിടക്കുക. അയാളുടെ ജോലിയുടെ ക്ഷീണവും അയാൾ നല്ല സമാധാനത്തോടെ, അയാൾക്ക് എപ്പോഴും സമാധാനം കിടന്നു.
സത്യനാണെങ്കിൽ അപ്പോഴത്തേക്കും വീട്ടിലെത്തി. 8:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അയാൾ വീട്ടിലെത്തി ഉടനെ ഗേറ്റ് പറഞ്ഞപ്പോഴേ ഹോണടിച്ച് തുടങ്ങി. അപ്പോഴേ ഭാര്യയ്ക്കറിയാം നീ ചെന്നില്ലെങ്കിൽ ബഹളമാവും. അവർ ഓടിച്ചെന്നു അയാളോട് ചോദിച്ചു, എന്താ കാരണം? അയാൾ പറയാ, ആ ബൈക്ക് ഒന്ന് കഴുകി വൃത്തിയാക്കണം കേട്ടോ. അയ്യോ, ഈ രാത്രിയിലോ? നാളെ രാവിലെ എങ്ങാനും ആകട്ടെ. ഉടനെ കുഞ്ഞ് ഓടിച്ചെന്നു അച്ഛാ എന്നും പറഞ്ഞ് ഓടിച്ചെന്നു. പിന്നെ പറഞ്ഞു, നീ ഭക്ഷണം കഴിച്ചടങ്ങാനും പോയി കിടക്കതേ, ചപ്പാത്തിയും ചിക്കനും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞ് അവനെ ദേഷ്യപ്പെട്ടു. അവന് ഭയങ്കര സങ്കടമായി. അവന് ആ ചപ്പാത്തി കഴിക്കാൻ തന്നെ അവന് ആ ചപ്പാത്തിയോടുള്ള രുചിയും ചപ്പാത്തിയും ചിക്കനും എന്ന് കേട്ടാൽ അവന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അച്ഛൻ്റെ ഈ സംസാരവും സ്നേഹത്തോടെയുള്ളൊരു പെരുമാറ്റവും ഇല്ലാത്തപ്പോൾ അവന് ആ ഭക്ഷണത്തിനോടുള്ള രുചിയേ പോയി. ചിക്കനും ചപ്പാത്തിയാണെന്ന് കേട്ടിട്ടും അവന് യാതൊരു സന്തോഷവും തോന്നിയില്ല. എങ്കിലും അമ്മയെ വിഷമിപ്പിക്കേണ്ടെന്ന് വെച്ച് അവിടെ വന്നിരുന്ന് അമ്മയോടൊപ്പം കഴിച്ചു. അമ്മ പറഞ്ഞു, സാരമില്ല മോനെ, അച്ഛൻ ഇങ്ങനെ ജോലിയുടെ ടെൻഷൻ കൊണ്ടല്ലേ, മോൻ അതൊന്നും കാര്യമാക്കണ്ട. അതേ മോന് ഇഷ്ടമുള്ള ചപ്പാത്തിയും മീൻകറിയും പിന്നെ ചിക്കൻ കറിയും ഐസ്ക്രീമും ഒക്കെ കൊണ്ടുവന്നിട്ടില്ലേ, ഐസ്ക്രീം അമ്മ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം, എന്നിട്ട് നാളെ തരാം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടി അവന് അത് കഴിച്ചിട്ട് അവൻ പോയി കിടന്നു. ഭാര്യ വന്ന് ചോദിച്ചു, നിങ്ങളൊന്നും കഴിക്കുന്നില്ലേ? എനിക്ക് തലവേദനയാണ്, ഞാൻ അല്പസമയം കിടക്കട്ടെ, എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അയാൾ പോയി കട്ടിലേ പോയി കിടന്നു. ഭാര്യ അടുക്കളയിലെ ജോലിയൊക്കെ ഒതുക്കി തിരിച്ചു വന്ന് പറഞ്ഞു, നോക്കൂ 2 ചപ്പാത്തിയെങ്കിലും കഴിക്കും, നല്ല ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ 2 എണ്ണം കഴിക്കാൻ പറഞ്ഞു. അയാളെ നിർബന്ധിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തി. അയാൾ ചപ്പാത്തി മുറിച്ച് ആ ചിക്കൻ കറിയിലോട്ട് ഇങ്ങനെ മുക്കി വായിലോട്ട് വെക്കാൻ തുടങ്ങിയതും ആരോ കതവിന് തട്ടുന്നു. ഉടനെ ഭാര്യയോട് പറഞ്ഞു, നീ പോയി നോക്കൂ ആരാണെന്ന്. ആര് വന്നാലും അകത്തോട്ടൊന്നും വിളിക്കണ്ട, ഞാൻ ഉറക്കമാണ്, എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞേച്ചാൽ മതി എന്ന് പറഞ്ഞു. ഭാര്യ പുറത്ത് പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും അയാൾ ആ ചപ്പാത്തിയൊന്നും കഴിച്ചില്ല, ഒരു കഷ്ണം പോലും കഴിച്ചില്ല. അതും അവിടെ വെച്ച് ലൈറ്റും കെടുത്തി ഇട്ട് മൂടി പതച്ച് കിടക്കുക. ഭാര്യ വന്ന് വിളിച്ചു, ഇത് നിങ്ങളൊന്നും കഴിച്ചില്ലേ, ആ ചപ്പാത്തി കഴിച്ചില്ലല്ലോ നിങ്ങൾ, ആരാ അവിടെ വന്നത്? അത് അപ്പുറത്തെ നാണിയമ്മയാണ്, കുറച്ച് മണ്ണെണ്ണ മേടിക്കാൻ വന്നതാണ്. ഇപ്പോഴാണോ, പാതിരാത്രിക്കാണോ മണ്ണെണ്ണ മേടിക്കാൻ കണ്ട സമയം? അതിന് പാതിരാത്രി ഒന്നും ആയില്ലല്ലോ, 9 മണി ആയതല്ലേ ഉള്ളൂ, അവർക്ക് മണ്ണെണ്ണ തീർന്നു കാണും. ലൈറ്റും കെടുത്തി വാതിലൊക്കെ അടിച്ച് വന്ന് കിടക്ക്. അവർ വാതിലൊക്കെ അടച്ച് വന്ന് കിടന്നതും അവർ നല്ല സുഖമായിട്ട് ഉറങ്ങി, മോനും ഉറങ്ങി. പക്ഷേ ഇയാൾക്ക് ഉറക്കം വരുന്നതേ ഇല്ല. ഇയാൾ ഇങ്ങനെ നടക്കുക. അയാൾക്ക് എങ്ങനെ ഉറക്കം വരും? ശാന്തനാണെങ്കിൽ സുഖമായി ഉറങ്ങിക്കഴിഞ്ഞു. സത്യന് ഉറക്കം വരുന്നില്ല, അയാൾ നടക്കുക. അയാൾക്ക് ഭക്ഷണത്തിന് രുചിയില്ല, എല്ലാവരോടും ദേഷ്യപ്പെടുക. കാരണം അയാൾ കൊണ്ടുവന്നിരിക്കുന്ന ആ ഭക്ഷണം എങ്ങനെ സമ്പാദിച്ചതാണെന്നറിയാം. അതിനുള്ള ധനം അയാൾ പോക്കറ്റ് അടിച്ചും മോഷ്ടിച്ചും ഒക്കെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അയാൾക്കത് കഴിക്കാൻ ഉള്ള ആ മനസ്സമാധാനമില്ല. പോലീസുകാർ വരുമോ, ഞാൻ മോഷ്ടിച്ചത് ആരെങ്കിലും കണ്ടോ, ഇങ്ങനെയുള്ള ടെൻഷൻ കൊണ്ട് അയാൾക്ക് ഭക്ഷണവും ഇറങ്ങുന്നില്ല, ആരോടും നേരാൻ വന്നാൽ സംസാരിക്കാനും പറ്റുന്നില്ല. നോക്കൂ, എത്ര സ്വാദിഷ്ടമായ ഭക്ഷണം ഹോട്ടലിൽ നിന്ന് കൊണ്ടുവന്നു. അതേസമയം ആ ശാന്തനാണെങ്കിലോ കപ്പയും മീനും. പക്ഷേ ആ ഭക്ഷണത്തിൻ്റെ അല്ല, അത് എങ്ങനെ കിട്ടിയ ഭക്ഷണമാണെന്നുള്ളതിൻ്റെ ആശ്രയിച്ചിരിക്കും. എത്ര മോശം ഭക്ഷണമാണെങ്കിലും അത് കിട്ടിയത് നല്ല വഴിയിലൂടെ ആണെങ്കിൽ അത് സമാധാനത്തോടെ കഴിക്കാം, അതിന് രുചിയും കൂടും. അധ്വാനിച്ച് കൊണ്ടുവന്ന ഭക്ഷണം ആകുമ്പോഴേ അതിന് നല്ല സ്വാദായിരിക്കും. നമ്മൾ വിശന്നിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കിട്ടിയാൽ നല്ല രുചിയാണ്. വിശന്നിരിക്കാതെ എന്ത് ഭക്ഷണം കിട്ടിയാലും നമ്മൾ പറയും ഇത് കൊള്ളത്തില്ല. അതുപോലെയായിരുന്നു സത്യനെ മോഷ്ടിച്ചും പോക്കറ്റ് അടിച്ചും കൊണ്ടുവന്നതാണ്. അപ്പം ഉള്ളിൽ ഭയമാണ്, പോലീസുകാർ വന്നോ ഇപ്പോൾ പിടിക്കുമോ. അപ്പോൾ ആ ഭക്ഷണത്തിനോടുള്ള രുചിയും പോയി, മനസ്സിനൊരു സമാധാനവും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ സത്യൻ്റെ ജീവിതം. ശാന്തനാണെങ്കിൽ നല്ല സമാധാനമാണ്, ഒന്നിനും ഭയമില്ല, ആരെയും പേടിക്കണ്ട. താൻ അധ്വാനിച്ചു കൊണ്ടുവന്ന പൈസയാണ്, അതുകൊണ്ട് വെക്കുന്ന ഭക്ഷണത്തിന് പ്രത്യേക രുചിയാണ്. പിന്നെ തൻ്റെ ഭാര്യ ഉണ്ടാക്കി തന്നതാണ്. അത് ഭാര്യ തൻ്റെ കുട്ടികൾക്കും ഭർത്താവിനും മക്കൾക്കും വേണ്ടി അത് വാത്സല്യത്തോടെ ഉണ്ടാക്കിയതാണ്. അത് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അവർ പല പ്രാവശ്യം ഭഗവാനെ വിളിക്കും, ഭഗവാനെ എൻ്റെ കുട്ടികൾക്ക് നല്ല ബുദ്ധി തോന്നിക്കണേ, അവർക്ക് നന്നായി പഠിക്കാൻ കഴിയണേ നാരായണ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ തന്നെ എത്ര നാമജപമാവും. ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കും, കൃഷ്ണ അദ്ദേഹം ഒരു ബുദ്ധിമുട്ടുമില്ലാതെ, അദ്ദേഹത്തിന് ഒരു വിഷമവും വരാതെ അദ്ദേഹം ജോലി ചെയ്ത് വരാൻ കഴിയണേ എന്ന് പറഞ്ഞ് നാരായണ ജപിക്കും. അച്ഛനും അമ്മമാരുടെ അസുഖമൊക്കെ എളുപ്പം ഭേദമായി, അവരുടെ കാര്യത്തിനുള്ള ആരോഗ്യം അവർക്ക് കിട്ടണേ എന്ന് പറഞ്ഞ് നാമം ജപിക്കും. അപ്പോൾ എത്ര നാമം ജപമായി. അപ്പോൾ ആ ഭക്ഷണം ഉണ്ടാക്കുന്നത് നാമം ജപിച്ചുകൊണ്ടും, ഒരുപാട് എരിവാകാൻ പാടില്ല, പുളിയാകാൻ പാടില്ല, ഉപ്പാകാൻ പാടില്ല, എൻ്റെ കുട്ടികൾക്കും ഭർത്താവിനും ഒക്കെ കഴിക്കാനുള്ള ഭക്ഷണമാണെന്ന് വിചാരിച്ച് വളരെ സ്നേഹത്തോടെയും കരുതലോടെയും ആ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അതേസമയം ഹോട്ടലിലെ ഭക്ഷണം വല്ലപ്പോഴും ഒക്കെ കഴിക്കാം, നമ്മളൊക്കെ കഴിക്കുമല്ലേ, പക്ഷേ എന്നും കഴിച്ചാൽ നമുക്ക് മടുക്കും. അപ്പം നമുക്ക് അമ്മയുടെ ഭക്ഷണത്തിന് രുചി കൂടും. ഹോട്ടലിലാണെ മുതലാളി വഴക്ക് പറഞ്ഞിട്ട് പാചകം ചെയ്യുന്ന ആളിനെ വഴക്ക് പറഞ്ഞു കാണും, ഗ്ലാസ് പൊട്ടിച്ചതിനോ അല്ലെങ്കിൽ എണ്ണ കൂടുതലെടുത്തതിനോ ഒക്കെ വഴക്ക് പറഞ്ഞിരിക്കുകയായിരിക്കും. അപ്പോൾ അയാൾ ഈ മുതലാളിയെ ചീത്ത പറഞ്ഞുകൊണ്ട് ആ ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഇയാൾ ഗുണം പിടിക്കത്തില്ല, ഇയാൾ പൈസ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നു, ബാക്കിയുള്ളവരെ എന്നും ചീത്ത പറയുക എന്നൊക്കെ പറഞ്ഞ് അയാൾ ഭക്ഷണം ഉണ്ടാക്കുന്നത്. നോക്കൂ, അയാൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ഏത് രീതിയിൽ അയാൾ ഉണ്ടാക്കുന്നതെന്ന്. കൊണ്ട് വെക്കുന്നതോ
അയാൾക്ക് മുതലാളിയോടുള്ള ദേഷ്യത്തിന് ചിലപ്പോൾ നമ്മുടെ മേശയെ കൊണ്ടുവന്ന് ഇതായിട്ടായിരിക്കും വെക്കുന്നത്. ആ ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത്. ആ ഭക്ഷണത്തിൻ്റെ ഗുണവും അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ സ്വാദും ഗുണവും ഒക്കെ ഇപ്പോഴും നമ്മുടെ നാവിൽ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി ഇപ്പോഴും അറിയാം. പക്ഷേ നമ്മൾ ഹോട്ടലിലെ ഭക്ഷണം പറയും നല്ല രുചിയാണ്, പക്ഷേ തൽക്കാലത്തേക്കേ ഉള്ളൂ. അത് പറഞ്ഞു കഴിഞ്ഞ് പിന്നെ നമ്മളതങ്ങ് മറന്നു പോകും. പക്ഷേ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് അങ്ങനെയല്ല. ഇപ്പോഴും നമ്മളെ അമ്മയൊക്കെ മരിച്ചു പോയി ഞങ്ങളുടെയൊക്കെ, എന്നാലും അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം ഇപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ട്. അപ്പം ധനം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ആ ധനം എങ്ങനെ കിട്ടി? നേരായ മാർഗത്തിലൂടെ കിട്ടിയ ധനമാണെങ്കിൽ അതുകൊണ്ട് പാചകം ചെയ്യുമോ, അത് ഏത് രീതിയിൽ ഉപയോഗിച്ചാലും നമുക്ക് മനസ്സമാധാനം കാണും. ശരിയായ മാർഗത്തിലൂടെ അല്ല പണം കൊണ്ടുവന്നിരിക്കുന്നതെങ്കിൽ അതിന് അതിൻ്റേതായ ദോഷങ്ങളും കാണും. അത് എപ്പോഴും നമുക്കൊരു സമാധാനം കാണത്തില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും നേരായ മാർഗത്തിലൂടെ ആകാവുള്ളൂ. ഒന്നും ചീത്ത വഴിയിലൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സമാധാനം കിട്ടത്തില്ല എന്ന് നമുക്ക് ഈ കഥയിൽ നിന്ന് അറിയരുതോ. അതുകൊണ്ട് നിങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ നല്ല പണം എങ്ങനെ സമ്പാദിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ വലിയ കൊട്ടാരം വെച്ച പോലത്തെ വീടാണെങ്കിലും പണം ഒരുപാടുണ്ടെങ്കിലും അവിടെ മനസ്സമാധാനം ഇല്ലെങ്കിൽ എന്താ കാര്യം? അതേസമയം നമുക്ക് പച്ചവെള്ളമേ ഉണ്ടെങ്കിലും മനസ്സമാധാനം ഉണ്ടെങ്കിൽ അത് എത്ര സന്തോഷമാണ് അല്ലേ? ശാന്തമായി നമുക്ക് കഴിക്കാനും അന്തരീക്ഷമാണ്. അപ്പം ധനം വരുന്ന വഴി നമ്മൾ നേരായ മാർഗത്തിലൂടെ ആകണമെന്ന് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ, ഞാൻ പലപ്പോഴും വിചാരിക്കും ചില മാതാപിതാക്കൾ ഒരുപാട് സ്വത്തുണ്ടാക്കി വെക്കും, 3-4 വീടുകളും പിന്നെ ഏക്കർ കണക്കിന് സ്ഥലവും. അതൊക്കെ നമ്മുടെ കുട്ടികളെ കൂടുതൽ മടിയന്മാരാക്കുക. അവർ വിചാരിക്കും അച്ഛൻ 3-4 തലമുറയ്ക്കുള്ള സ്വത്തുണ്ടാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ എന്തിനാ പഠിക്കുന്നത്? അലസമായിട്ടുള്ള ജീവിതമായിരിക്കും അവരുടേത്. മടിയന്മാരും അലസന്മാരുമായിരിക്കും. നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് എപ്പോഴും വിദ്യയാണ്. വിദ്യ കൊണ്ട് അവരെ പ്രാപ്തരാക്കണം. അവർക്ക് ധനം സമ്പാദിക്കാനുള്ള മാർഗം നേരായ മാർഗത്തിലൂടെയാണ്. അതെപ്പോഴും ഉപദേശിച്ചു കൊടുക്കണം. സത്യൻ്റെ അച്ഛൻ പലപ്പോഴും സത്യനെ പലതും പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കുന്നെങ്കിൽ സത്യൻ അതൊന്നും കേട്ട ഭാവമേ ഇല്ല, കേൾക്കാറില്ല. അതേസമയം ശാന്തൻ അങ്ങനെയല്ല. ശാന്തൻ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്ന എല്ലാം ശ്രദ്ധിച്ച് കേട്ട് അതൊക്കെ തനിക്ക് വേണ്ട സമയത്ത് ഉപയോഗിക്കും. ഇപ്പോഴും ശാന്തൻ അച്ഛൻ ഇത്രയും പ്രായമായി വയ്യാതെ കിടക്കുകയാണെങ്കിലും ശാന്തൻ ഒരു കൊച്ചുകുട്ടിയെ പോലെ അച്ഛൻ്റെ അടുക്ക ചെന്ന് എല്ലാ കാര്യങ്ങളും ചോദിക്കും, എല്ലാ കാര്യങ്ങളും പറയും. എങ്ങനെയാണ് ചെയ്യേണ്ടത്? അച്ഛൻ പറയും അങ്ങനെ ചെയ്യേണ്ട, അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ കുഴപ്പം, ഇതൊക്കെ ശാന്തൻ കേൾക്കും. അങ്ങനെയായിരുന്നു. അതുപോലെ നമ്മൾ എപ്പോഴും നല്ല രീതിയിൽ ധനം സമ്പാദിക്കുക. അപ്പം നമുക്ക് ഒരിക്കലും പേടിക്കേണ്ട. നല്ല മാർഗത്തിലൂടെ നല്ല ദൈവവിശ്വാസമുള്ളവരായിട്ട് കള്ളത്തരങ്ങളൊന്നുമില്ലാതെ ജീവിക്കുക. അപ്പം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും. നിങ്ങളും നല്ല കുട്ടികളായിട്ട് പഠിച്ച് നല്ല മിടുക്കരായിട്ട് മാതാപിതാക്കളെയൊക്കെ നോക്കി സന്തോഷമായിട്ട് ജീവിക്കുക. എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അല്ലേ? നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം.